ഹലോ ഗൈസ്, നമസ്കാരം. നമ്മൾ ഇന്നും നമ്മുടെ നബ്നാസ് കഫേയിൽ നിന്നാണ് വീണ്ടും നമ്മൾ വന്നിട്ടുള്ളത്. ഇതിനിടയ്ക്ക് നമ്മൾ ചെറിയൊരു ലൈവ് പോകാൻ നോക്കിയത് നടന്നില്ല ഗൈസ്. അത് വീണ്ടും വീഡിയോയിലേക്ക് തന്നെ വരാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മുത്തുമണീസും നമ്മുടെ ആഷൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് അമർത്തി കേട്ടാ. ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടാത്തതുകൊണ്ട് സബ്സ്ക്രിപ്ഷൻ ഒന്ന് ഡൗൺ ആയിട്ടിട്ട്, അതുപോലെ തന്നെ വ്യൂസും. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ട് ഇനി മുന്നിലോട്ട് പോകട്ടെ, ഒപ്പം നമ്മുടെ ഷോപ്പും ഉയരട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കേണ്ട സാധനങ്ങളൊന്നും കാണിക്കുന്നില്ല. എന്താണ് വരുന്നത് ഇന്ന സമയം? ഇന്ന് നമ്മൾ ചൊവ്വാഴ്ച ബുധനാഴ്ച രാത്രിയാണ്. ഇപ്പോൾ സമയം 9 മണിയായിട്ടുണ്ട്. എൻ്റെ ബാക്കിൽ ക്ലോക്ക് ഉണ്ട്. മൂസൻ്റെ കമ്പനിയിൽ നിന്ന് ക്ലോക്കാണിത്. വെൽ ക്രാഫ്റ്റ് എന്ന് എഴുതിയ ഒരു ഇതാണ്. അപ്പോൾ അൽഹംദുലില്ലാ ബിസിനസ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഷോപ്പിലൊന്ന് സന്ദർശിച്ചിട്ട് പോവുക. നല്ല അടിപൊളി നെബ്ന സ്പെഷ്യൽ ജ്യൂസും അതുപോലെ തന്നെ നെബ്ന സ്പെഷ്യൽ ഫലൂഡയുണ്ട്. അത് ഉണ്ടാക്കുന്ന ആളാണെന്നൊക്കെ എപ്പോഴും ആൾക്കാർ ആരാന്നല്ല, നമ്മുടെ സ്വന്തം സജീർ. പിന്നെ സ്നാക്സ് ഉണ്ടാക്കുന്ന നമ്മുടെ സ്വന്തം ഖാലിദ് ഫ്രം വെസ്റ്റ് ബംഗാൾ. ഗൈസ്, അവർ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിന്നർ ഇന്ന് എന്താ സ്പെഷ്യൽ എന്ന് വെച്ചാൽ, നമുക്ക് ഇവിടേക്കുള്ള ഫുഡ് നമ്മൾ തന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവരലാണ്. ഇപ്പോൾ ഡിന്നറിൽ നമുക്ക് ഒരു കൊണ്ടുവരുന്നത് ഇടിയപ്പം വിത്ത് വാട്ട്സ് കറി, ഗ്രീൻ പീസ് കറി. ഹൗസ് ഇറ്റ് ഫുഡ് മൈ ഹോം? അൽഹംദുലില്ലാ, വെരി ഗുഡ്. അത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയത് തന്നെയാണ്. ഓക്കെ, ഫൈൻ. Khalid, what about the food? अच्छा है बोलो, क्या है एक्शन? मेहंदी थोड़ा वीक है. സോ അപ്പോൾ നമ്മുടെ ഗൈസ് ഇവിടെ ഈ ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ നാളത്തേക്ക് ഉണ്ടാവുള്ളൂ. നമ്മൾ ഇന്ന് ജസ്റ്റ് ഞാൻ ഇൻട്രോ എടുത്തുള്ളൂ. ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തത്, അത് ബുധനാഴ്ച നമ്മൾ പോസ്റ്റ് ചെയ്തത് ഒരു ലോങ് ടൈമിൽ നമ്മൾ എടുത്തൊരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ ഇപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഈ 9 മണിക്ക് ശേഷം വീണ്ടും ഒരു റഷ് വരും. അങ്ങനെയാണ് നമ്മൾ കഫേ ആണല്ലോ. അപ്പം വീണ്ടും ഞാൻ പറയുകയാണ്, ഇത് വഴി പാസ് ചെയ്യുന്നവരുടെ വെച്ചെങ്കിൽ, അതായത് ഒറ്റപ്പാലം ഭാഗത്ത് നിന്ന് വരുമ്പോൾ മൗണ്ടസിന് എത്തുന്നതിൻ്റെ ഒരു 100 മീറ്റർ മുമ്പേ മൗണ്ടസോറിക്ക് ഓപ്പോസിറ്റാണ് നമ്മുടെ ഷോപ്പുള്ളത്. തീർച്ചയായിട്ടും എല്ലാവരും സന്ദർശിക്കുക. നെബ്നാസ് കഫേയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വരിക, ഒന്ന് എൻജോയ് ചെയ്യുക. എല്ലാവരിലേക്കും വീഡിയോ ഒന്ന് എത്തിച്ചു കൊടുക്കുക. നമ്മുടെ ഷോപ്പും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് വൈറലാക്കി തരിക ഗൈസ്. അവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ഗൈസ്, നിങ്ങൾ മിനിഞ്ഞാന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഇതിൽ കുറച്ച് മാറ്റം വരുത്തണമെന്ന് പറഞ്ഞായിരുന്നു. ആ മാറ്റങ്ങളാണ് ഇവിടെ. നമ്മൾ കുറച്ച് ഫ്ലെക്സ് അടിച്ചിട്ട് ഒന്ന് അത് നമ്മളൊരു പ്രൈവസി ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇനി ഉണ്ടാക്കുന്ന ഒരു ചായ അടിക്കുന്ന സ്റ്റൈൽ ചായൻ്റെയും അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ ഫ്ലെക്സ് അടിച്ചിട്ട് ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെ ആക്കിയിട്ടുണ്ട് എൻട്രൻസ്. ഇപ്പോൾ അടിപൊളിയല്ലേ? ഇപ്പോൾ തന്നെ നമ്മൾ മാറ്റം വരുത്തിയിട്ടുള്ളത് നബ്നാസ് കഫേന്ന് ഇവിടെ ചെയ്തിട്ടുണ്ട്. നബ്നാസ് കഫേയുടെ ജ്യൂസ് ചായക്കാരനുണ്ട്, ഭീകര ചായക്കാരൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഇന്നത്തെ നമ്മൾ സ്പെഷ്യൽ ഇവിടെ പണി നമ്മളിപ്പോൾ ഉറങ്ങിക്കുകയാണ്. ഇപ്പോൾ സമയം 6-7 മണിയോടെ എടുത്തിട്ടുണ്ട്. ഈവനിങ് ആണ് സമയം. നമ്മളിപ്പോൾ 2 ലോഡർ ഫ്രൈസിൻ്റെ ഓർഡർ നമുക്ക് വന്നിട്ടുണ്ട്. അത് ഉണ്ടാക്കിയത് സജീർ. അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രിപ്പറേഷനിലാണ് ഇപ്പോൾ സജീർ നിൽക്കുന്നത്. ഇത് ചൂടാക്കി കൊടുക്കണം അല്ലേ? ഇനി ഓവനിൽ വെക്കുകയാണ്. അതിനുശേഷം നമ്മളിത് സെർവ് ചെയ്യുന്നതായിരിക്കും. ദ ലോഡർ ഫ്രൈസ് ഈസ് ഗോയിങ് ഓൺ ദ സെർവിങ് ഓവൻ. ദിസ് ഈസ് അവർ ഫസ്റ്റ് കസ്റ്റമർ. അപ്പം നാളെ ഈ ലുക്കൊക്കെ ഒന്ന് മാറ്റണം. നമുക്ക് ഈ ഉദ്ഘാടനം കറണ്ട പണിയും വർക്കൊക്കെ പാടെ കൂടിയിട്ട് ഒന്നും ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം നാളെ ഫ്രൈഡേ ആണ്. ഇപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് വ്യാഴാഴ്ച രാവിലെയാണ് കേട്ടോ. വ്യാഴാഴ്ച രാത്രി സമയം 12-11 മണിയായിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത്. കടൻ്റെ പുറത്തുനിന്നാണ് നമ്മൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി നമുക്ക് കടയൊക്കെ ഒന്ന് സെറ്റായിട്ട് വേണം പുറത്തൊക്കെ പോയിട്ട് ഒരു സ്പെഷ്യൽ, അതായത് നമ്മുടെ വ്ളോഗിങ് ഒക്കെ വീണ്ടും ട്രാവൽ വ്ളോഗിങ് ഒക്കെ വീണ്ടും തുടങ്ങാനൊക്കെ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളെയൊക്കെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഇത് സബ്സ്ക്രൈബർ ഇപ്പം ഞാൻ വീഡിയോ ഇടാൻ തുടങ്ങിയതിന് ശേഷം കുറച്ചൊക്കെ കയറി വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്താണ് നമ്മുടെ കടയും കൂടി നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഇതുവഴി പാസ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും ഒന്ന് നമ്മുടെ കടയിലേക്ക് കൂടി ഒന്ന് കയറുക. എന്നിട്ട് നമ്മുടെ കടേൻ്റെ കഴിച്ചിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഗൂഗിൾ റിവ്യൂ, നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. നെബ്നാസ് കഫേ എന്ന് ഗൂഗിളിലോ അല്ലെങ്കിൽ മാപ്പിലോ ഒന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ഷോപ്പിൻ്റെ ഡീറ്റെയിൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് പോയിട്ട് ഷജീറിനോട് സംസാരിക്കാം. കമോൺ ഗൈസ്. അപ്പോൾ നമ്മൾ രാത്രി ഇപ്പോൾ സമയം 11 മണിയായിട്ട് നമ്മൾ പോയിട്ടില്ല. നമ്മുടെ കാറാണ് നിൽക്കുന്നത് കേട്ടോ, നമ്മുടെ അൾട്ടോ കാറ്. ചില ആൾക്കാർ ഫേസ്ബുക്കിലൊക്കെ വഴി ചോദിച്ചായിരുന്നു. ഇത് വഴി എന്ന് പറയുന്നത് നമ്മൾ ഒറ്റപ്പാലം ഭാഗത്തുനിന്ന്, അതായത് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തുനിന്ന് പാലക്കാട് ഭാഗത്തോട്ട് പോകുമ്പോൾ മൗണ്ട് സീന സ്കൂൾ എത്തുന്നതിൻ്റെ മുന്നായിട്ടാണുള്ളത്. ആ കാണുന്ന സ്ഥലത്താണ് നമ്മുടെ ആ ലൈറ്റ് കാണുന്നുണ്ടല്ലോ, ആ ഭാഗത്തായിട്ടാണ് മൗണ്ടസോറി സ്കൂളുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് അപ്പോൾ ഇതാണ് നമ്മൾ രാത്രി 12 മണിയോടടുത്ത് നമ്മുടെ കടയുടെ ഔട്ട്ലുക്കാണിത്. ഇപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ വന്ന് പോയി. ഇപ്പോൾ ഞാനും സജീറും, നമ്മുടെ ബർഗർ മേക്കർ സജീറുമാണ് ഇപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ നിലവിലുള്ളത്.
അപ്പോൾ നമ്മളൊരു 12-12:30 ആകുമ്പോഴത്തേനൊക്കെ എടുത്ത് വെക്കാമെന്ന് വിചാരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലുകൾ ഇതൊക്കെ തന്നെയായിരുന്നു കേട്ടോ. വായിക്കാൻ കിട്ടുന്നുണ്ടാകുന്ന സിംഗർ ബർഗർ, അതുപോലെ തന്നെ കിഡ്സ് മീലുണ്ട്. കിഡ്സ് മീലിൽ അടിപൊളിയാട്ടോ. കുട്ടികൾക്കുള്ള പോപ്സും അതുപോലെ നെഗറ്റ്സ്, ഫ്രഞ്ച് ഫ്രൈസൊക്കെ പറഞ്ഞു. ലോഡർ ഫ്രൈസ് ഉണ്ടായിരുന്നു. അത് കാരണം മുൾഗർ മൊച്ചിട്ടോ കോംബോ ഉണ്ടായിരുന്നു. അപ്പോൾ നാളെയും ഇതിൻ്റെ ഇമറാത്തി ജ്യൂസൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. തീർച്ചയായിട്ടും എല്ലാവരും വന്ന് ട്രൈ ചെയ്ത് നോക്കണം. പാലക്കാട് ഹൈവേയിലാണ്, പാലക്കാട് ഗുരുവായൂർ ഹൈവേ ഉണ്ടത്. ഹൈവേ എന്ന് പറയുമ്പോൾ SH ആണ്, NH അല്ല. നമ്മുടെ ബോർഡും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വിസിറ്റ് ചെയ്യാം. മിസ്റ്റർ സജീർ, വാട്ട് ഡൂയിങ് ഹിയർ? സോ ടൈം ഈസ് 11:30 റൈറ്റ്. അപ്പോൾ സജീർ നമുക്ക് വേണ്ടി കട്ട സപ്പോർട്ടാണ് കേട്ടോ. സജീർ ടൈമൊന്നും നോക്കാറില്ല. അപ്പോൾ സജീർ ഇപ്പോൾ ഫ്രീ ടൈം മൊബൈൽ കളിക്കണം. അതിൽ കളിക്കാൻ തീരെ കൂടുതലുണ്ടോ എന്ന സംശയമുണ്ട്. നമുക്ക് ഒതുക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ? നമ്മളിപ്പോൾ ക്രോസ് ചെയ്യാൻ വേണ്ടി പോവാണ് നബ്നാസ് കഫേ. നാളെ ഇൻഷാ അല്ലാ ഫ്രൈഡേ ആണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ കടയിലേക്ക് വരിക. സംസാരിക്കടോ എന്തൊക്കെയാണ് നാളത്തെ നമ്മുടെ വിഭവങ്ങൾ എന്തൊക്കെയായിരിക്കും? ഈ ബോർഡിൽ കാണിച്ച ഞങ്ങളൊക്കെ ഉണ്ടാവില്ലേ? എല്ലാം ഉണ്ടാവും. നമ്മൾ സ്പെഷ്യലായിട്ട് നമ്മുടെ സ്പെഷ്യൽ നബ്നാസ് സ്പെഷ്യൽ ഫലൂഡയാണ് നമ്മുടെ മെയിൻ കേട്ടോ. അത് പുള്ളി എന്തൊക്കെയാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ നമ്മളത് കണ്ട് പിടിക്കണം. സൂപ്പർ സാധനമാണ്, നല്ല അഭിപ്രായമാണ്, നല്ല മൂവിങ് ഉള്ളൊരു സാധനമാണ്. അതെല്ലാവരും വന്ന് മസ്റ്റ് ട്രൈ ആക്കണം. അപ്പോൾ സജീർ ഒന്നും സംസാരിക്കണില്ല. സജീർ ഫോണിൽ കളിച്ചുകൊണ്ട് നിൽക്കുന്ന തിരക്കിലാണോ എന്ന് സംശയമുണ്ട്. നമുക്ക് നേരെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് തന്നെ പോവാം. അപ്പോൾ നമുക്ക് നമ്മുടെ കടൻ്റെ ഒരു ഔട്ട്ഫിറ്റായിട്ട് നമുക്ക് ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു തരാം. ഇത് നമ്മൾ എൻട്രൻസിൽ തന്നെ നമുക്ക് തുടങ്ങാം കേട്ടോ. നമ്മുടെ റോഡ് മെയിൻ റോഡാണ്. ഞാൻ പറഞ്ഞില്ല, പാലക്കാട് ഗുരുവായൂർ SH ഹൈവേ ആണ് കാണുന്നത്. അത് നേരെ നമ്മളിങ്ങോട്ട് കയറി നമ്മളെ കടയാണ്. നമ്മുടെ ഈ കടൻ്റെ ഒരു ഔട്ട്ഫിറ്റാണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത്. അത് ഔട്ട്ലുക്ക് നമ്മൾക്ക് ഹൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ എങ്ങനെയുണ്ട്, കുറച്ച് കുറവാണ്. മഴക്കാലമായിട്ട് അത് ഇട്ടിരിക്കുന്നത്. വേനൽക്കാലമായിട്ടുണ്ട്. എല്ലാവരും വരാനൊക്കെ തുടങ്ങി നമ്മൾ സെറ്റാക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു കടൻ്റെ ഒരു ഔട്ട്ഫിറ്റും അതിൻ്റെ ഒരു ഒരു ഫിഗറും കണ്ടോ. 4 പുറം ഒരിട്ട കട പോലും ഇല്ല ഇവിടെ. ഗൈസ് നോക്കി നോക്കൂ, ഭയങ്കര കുറ്റാക്കൊരു ഇരുട്ടൊക്കെ തന്നെയാണ്. വണ്ടികളൊക്കെ നിർത്തും പ്രതീക്ഷയിലാണ് ഞാനിന്ന് ഇരിക്കുന്നത്. ഞാൻ 12 മണിക്കാണ് വന്നത്. അപ്പോൾ ഞാൻ 12 മണി വരെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കടൻ്റെ ഉള്ളിലേക്കൊന്ന് പോകാം. നമ്മുടെ കടൻ്റെ ഉള്ളിലേക്ക് നേരെ കയറി പോകുമ്പോൾ നമുക്ക് സ്നാക്സ് കൗണ്ടർ ഒരു സൈഡിലുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ജ്യൂസ് കൗണ്ടറും ഈ സൈഡിലുണ്ട്. പിന്നെ അതിനൊരു പുറത്തായിട്ട് ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് ഹൈറ്റ് കൂടിപ്പോയി എന്നുള്ള ചില ആൾക്കാർ പറഞ്ഞു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത്? അതായത് 5 അടി ഹൈറ്റ് ഉള്ളത്. വീഡിയോയിൽ ചിലപ്പോൾ കാണുന്നവർക്ക് മനസ്സിലാവില്ല. 5 അടി ഹൈറ്റ് ഉള്ളത്. അതെന്തായാലും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. അങ്ങനെ നമ്മൾ നേരെ എൻട്രൻസ് ഈ സൈഡിലേക്ക് നമുക്ക് എൻട്രൻസ് ഇല്ല. കാരണം ബിക്കോസ് അവിടെ ഐസ്ക്രീമിൻ്റെ ഇതൊക്കെ വെച്ചിരിക്കുകയാണ്. നേരെ നമ്മളെ എൻട്രിലേക്ക് കയറി കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ 2 ടേബിൾ ഇവിടെയും 2 ടേബിൾ ഇവിടെയും അവിടെ സജീർന്ന് കളിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് ജ്യൂസസൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സാണ് നമ്മൾ കഫേ ആണല്ലോ. പിന്നെ കുറച്ച് ബിസ്ക്കറ്റ്സൊക്കെ ഉണ്ട്, കുറച്ച് ക്യാൻഡീസൊക്കെ ഉണ്ട്. ഈ താഴെ ഇരിക്കുന്നത് ബർഗർ ബോക്സാണ്. മുകളിലിരിക്കുന്ന ജ്യൂസുകളാണ് നമ്മുടെ അരുണേട്ടൻ പെരുന്തൽമണ്ണ നമ്മൾ എടുത്തിട്ടുള്ളത്. ഫ്രൂട്ടി, പെപ്സി നമ്മുടെ നാട്ടിൽ തന്നെ എടുത്തിട്ടുള്ളത്. പിന്നെ നേരെ ഇങ്ങോട്ട് തിരിഞ്ഞു വന്നാൽ പെപ്സിയുടെ ഒരു ഫ്രിഡ്ജുണ്ട്. ഫ്രിഡ്ജ് പെപ്സിയുടേതല്ല, ഞാൻ തന്നെ കാശ് കൊടുത്ത് മേടിച്ചതാണിത്. പെപ്സിക്കാരെടുത്ത് വെച്ചിട്ട് പിന്നെ അവരഹങ്കാരം നമ്മൾ കാണണ്ടല്ലോ. കടൻ്റെ ഉള്ളിൽ നോക്കുമ്പോഴുള്ളൊരു പുറത്തെ ലുക്കാണ് ഇത് ഗൈസ്. അപ്പോൾ തീർച്ചയായിട്ടും കടയിൽ വീണ്ടും ഞാൻ പറയാണ്, കടയിൽ വരാത്തവരുടെ ചിക്കൻ കടയിൽ വന്ന് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോക്ക് ഒന്ന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോ ഒന്ന് റീച്ച് ആയി കഴിഞ്ഞാൽ നമ്മളിവിടെ ആളെയും സെറ്റാക്കിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരു ടൂറൊക്കെ പോകുന്നതായിരിക്കും കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു യഥാർത്ഥ കടയുടെ ഒരു ലുക്ക്, ഒരു കോർണർ ലുക്ക് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഇതായിട്ട് നമ്മുടെ ഷോപ്പ്. എന്താണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഗൈസ്? അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. നല്ല വിശേഷങ്ങളുമായിട്ട് അശ്വം വ്ളോഗിൻ്റെ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. കൂടുതൽ വീഡിയോ ഒന്നും വല്ലാണ്ട് നമുക്ക് കണ്ടൻറ്റൊന്നും കിട്ടുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് ഒരു കണ്ടൻറ്റ് ആക്കി തരണം. നല്ല കണ്ടൻറ്റും കൊണ്ടൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് വരുന്നതായിരിക്കും. അപ്പോൾ നാളെ എല്ലാവർക്കും ജുമാ മുബാറക്ക് നേരുന്നു. ജുമാ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ജുമാ മുബാറക്ക് നേർന്നുകൊണ്ട് അശ്വം വ്ളോഗ് ഇവിടെ ഇത് വൈൻഡപ്പ് ചെയ്യാൻ അടുത്ത വീഡിയോ നാളെ കാണാം. അതുവരേക്കും ബൈ, അസ്സലാമ.